യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും, തലമുറ തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നീ കെട്ടിപ്പൊക്കും. കേടു തീർക്കുന്നവരെന്നും കുടിയിരിപ്പാൻ തക്കവണ്ണം പാതകളെ യഥാസ്ഥാനത്താക്കുന്നവരെന്നും നിനക്ക് പേർ പറയും. Praise the Lord. ഈ നല്ല രാത്രികാലം ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തെ ആരാധിപ്പാൻ കടന്നു വന്ന ദൈവ പൈതലേ, യെശയ്യാ 58:1 പറയുന്നിങ്ങനെയാ: ഉറക്ക വിളിക്ക, അടങ്ങിയിരിക്കരുത്. കേൾപ്പാൻ കഴിയാതെ വണ്ണം എന്റെ കർത്താവിന്റെ കാത് മന്ദമായിട്ടില്ല. പിന്നെ എന്തിനാ ഇങ്ങനെ ഉച്ചത്തിൽ നിലവിളിക്കുന്നത്? ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, നിന്റെ ശബ്ദം കാഹളം പോലെ ഉയരണം. കാഹളം പോലെ ഉയർത്തി ദൈവത്തെ വിളിക്കണം. സ്വത്രം. കാരണം പ്രപഞ്ചം മുഴുവനും ഒന്ന് നടുങ്ങണം. നിന്റെ നാവിൽ നിന്ന് ഉയരുന്ന സ്തുതിയും ആരാധനയും കേട്ട് പിശാച് വിറയ്ക്കണം. മാത്രമല്ല, അവർ ഒരുക്കുന്ന കെണികളുമായി അവർ കണ്ടം വഴി ഓടണം. അങ്ങനെയെങ്കിൽ നിന്റെ നാവ് ആത്മാവിൽ ചലിക്കണം, ശക്തിയോടെ ചലിക്കണം, ഉച്ചത്തിൽ ദൈവത്തെ ആരാധിക്കണം. അങ്ങനെ ദൈവത്തെ ആരാധിച്ചാൽ തീർച്ചയായും നീ ആഗ്രഹിക്കുന്ന ദൈവമഹത്വം നീ കാണുക തന്നെ ചെയ്യും. ഒക്കെ പറഞ്ഞ് ഉറക്ക വിളിക്ക, അടങ്ങിയിരിക്കുന്നത് കാഹളം പോലെ നിന്റെ ശബ്ദമുയർത്തി ജനത്തിന് അവരുടെ ലംഘനത്തെയും യാക്കോബ് ഗ്രഹത്തിനോട് പാപങ്ങളെയും അറിയിക്കുക. പത്രം പതിയെ പറഞ്ഞ ആരും കേൾക്കത്തില്ല. സ്വത്രം. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയാ, പാപത്തെ ലംഘനങ്ങളെ ഓർപ്പിച്ചുണർത്തുവാൻ നീ ഉച്ചത്തിൽ സ്വത്രം വിളിക്കണം. ദൈവത്തോട് അപേക്ഷിക്കണം. ദൈവത്തിന്റെ സന്നിധി നിൽക്കണം. ദൈവം പറയുന്നത് കേൾക്കണം. ദൈവത്തിന്റെ വചനപ്രകാരം നടക്കണം. അങ്ങനെ നടന്നാൽ നീയും നിന്റെ സന്തതിയും ദേശത്തിൽ ഒരിക്കലും തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. വ്യക്തമായി പറയുന്നൊരു കാര്യം, നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും ക്രൂരമുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിനും നോമ്പ് നോക്കുന്നു, ഉപവസിക്കുന്നു. അല്ല, ദൈവമഹത്വം കാണുവാനോ ദൈവത്തിൽ നിന്ന് അത്ഭുതങ്ങൾ പ്രാപിപ്പാനോ ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്കൂടെ നിൽക്കാനോ അല്ല. പിന്നെ ഞാനെന്ന ഭാവം, സ്വത്രം, സ്വന്തം ധാർഷ്ട്യത്തോടെ മറ്റുള്ളവരെ അടിമകളാക്കിക്കൊണ്ട് വാഴാനുള്ള മോഹം, അത് നിന്നെ കൊണ്ട് എത്തിക്കുന്നത് സന്തോഷത്തിന്റെ ഉത്തുംഗ സംഘത്തിലായിരിക്കത്തില്ല, കഷ്ടത്തിന്റെ കണ്ണുനീരിന്റെയും അധമ പാതാളത്തിലേക്കായിരിക്കും. അതുകൊണ്ട് ദൈവ പൈതലേ, അല്പകാലത്തെ ഈ ജീവിതയാത്രയിൽ സന്തോഷകരമായി നിനക്ക് യാത്ര ചെയ്യണമെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്ന പ്രകാരം അവങ്കലേക്ക് നോക്കുക. അവന്റെ വചനം എന്ത് പറയുന്നുവോ അത് കേട്ട് അനുസരിച്ച് അത് പ്രകാരം നിന്റെ ജീവിതയാത്ര മുൻപോട്ട് നയിപ്പാൻ തയ്യാറായാൽ, വചനം പറയുന്നു, നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി നീ കാണും. നിന്റെ സന്തതി എന്ത് ചെയ്യും? പുരാതന ശൂന്യങ്ങളെ പണിയും, തകർന്നു കിടക്കുന്ന അടിസ്ഥാനങ്ങളെ കെട്ടിപ്പൊക്കും. സ്വത്രം. പാതകളെ യഥാസ്ഥാനമാക്കുന്ന ഞാൻ നിനക്ക് ഇവർ പറയും. മാതാവേ, പിതാവേ, കൂടപ്പുറപ്പെ, സഹോദരങ്ങളെ, ഈ ജീവിതയാത്രയിൽ നിന്റെ തലമുറയോർത്ത് നീ വിലപിക്കുമ്പോൾ ആ കണ്ണുനീര് ലോകത്തിന്റെ മുൻപിലല്ല വീഴേണ്ടത്, ദൈവത്തിന്റെ സന്നിധിയിൽ വീഴണം. അവന്റെ വിദ്യാഭ്യാസ ഭാവി പകുതിക്ക് വെച്ച് നിന്നു പോയെന്ന് കരുതി നീ വിലപിച്ചു തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും നടന്ന് പ്രശ്നം വെച്ചു നോക്കാതെ, സ്വത്രം, ദൈവസന്നിധി മുഴങ്കാലുമടക്കി ദൈവത്തോട് പറ. സ്വർഗത്തിൽ നിന്ന് ദൈവം കേട്ട് അവൻ നിനക്ക് മറുപടി തരും. സ്വത്രം. നിന്റെ കൂട്ടാളി ദൈവഭയമില്ലാതെ മദ്യപിച്ച് മതോന്മത്തനായി ലോകത്തിൽ യാത്ര ചെയ്യുമ്പോൾ, നിന്റെ ഭവനത്തിനകത്ത് കയറി വന്ന് നിന്റെ സ്വസ്ഥത തല്ലിക്കെടുത്തുമ്പോൾ, മനുഷ്യരോടല്ല നിന്റെ സങ്കടങ്ങൾ പറയേണ്ടത്. രാത്രിയുടെ യാമങ്ങളിൽ ദൈവസനിൽ കരയാൻ തയ്യാറാവണം. പ്രഭാതത്തിൽ ദൈവകരത്തിൽ കൂട്ടാളിയെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിപ്പാൻ തയ്യാറാകണം.
നിന്റെ കൂട്ടാണ്ട് മദ്യപാനം മാറാൻ ഡീഡിഷൻ സെന്ററിൽ കൊണ്ടുപോയ കുറച്ചു കാലത്തേക്ക് കാണൂ, കൗൺസിലിംഗ് കൊണ്ടുകൊണ്ട് പോയ കുറച്ചു കാലത്തെ കാണൂ. അത് കഴിഞ്ഞ് വീണ്ടും അവൻ മദ്യപാനിയാവും, മുഴുക്കുടിയനാവും. മുമ്പ് അല്പമേ കുടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ അധികം കുടിക്കും. പക്ഷെ എന്റെ ദൈവം ഒന്ന് തൊട്ടാലുണ്ടല്ലോ, സ്വത്രം, എന്റെ ദൈവം ഒന്ന് തൊട്ടാൽ പിന്നെ അവൻ ആ മദ്യം തൊടത്തില്ല. സ്വത്രം, അത് കുടിക്കുന്നവരെ പോലും അവൻ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അതാ ദൈവം, അതാ ദൈവത്തിന്റെ പ്രവൃത്തി. അങ്ങനെ ആ പ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ, സ്വത്രം, നിന്റെ കൈയുടെ അധ്വാന ഫലം നിനക്ക് തിന്നണമെങ്കിൽ, നിന്റെ കൂട്ടാളി കൊണ്ടുവരുന്ന നന്മ നീ നിന്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കണമെങ്കിൽ, പ്രിയ മാതാവേ, ഭാവാലത്തിനകത്ത് ദൈവസന്നിധി നിലവിളിക്കാൻ തയ്യാറാകണം. ആലയത്തിൽ വന്നിരുന്ന ദൈവമുഖത്തേക്ക് നോക്കി ആരാധിപ്പാൻ തയ്യാറാകണം. സ്വത്രം, ഇത് ദൈവത്തെ വേണ്ട, ദൈവസഭയും വേണ്ട, ദൈവമക്കളെ വേണ്ട. കാരണം ഒരുപാട് പേരുണ്ടല്ലോ കാശ് കൊടുത്താൽ പ്രാർത്ഥിച്ച് മറുപടി വാങ്ങിച്ചു തരുന്നവര്. സ്വത്രം, ഞാൻ വ്യക്തമായി നിങ്ങളോട് പറയാം, കാശ് കൊടുത്ത് കിട്ടുന്ന മറുപടി അല്പകാലത്തേക്കുള്ളു. എന്നാൽ ആത്മാവിൽ ആരാധിച്ച് കിട്ടുന്ന വിടുതലുണ്ടല്ലോ, അത് അന്ത്യത്തോളം നിലനിൽക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്ന മക്കൾ, യഹോവ നൽകുന്ന ദാനം, ഉദരഫലം, അവൻ നൽകുന്ന പ്രതിഫലം. ആര് നൽകുന്ന? ദൈവം നൽകുന്ന പ്രതിഫലമാണ് നിന്റെ മക്കള്. അങ്ങനെ ആ മക്കൾ ലോകത്തിൽ പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ചുകൊണ്ട് മദ്യത്തിനും മയക്കുമിനും അടിമയായി മറ്റുള്ളവരുടെ കത്തിത്തുമ്പിന് ഇരയാകാതിരിക്കണമെങ്കിൽ മാതാവേ, അയൽക്കൂട്ടത്തിൽ പോയി നുണയും കൊതിയും പറയാതെ തക്ക സമയത്ത് വീടിനകത്ത് കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കണ്ണുകളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. സ്വത്രം, രണ്ടെണ്ണല്ലേ ഉള്ളൂ, വാരി കൂട്ടിയില്ല ഇഷ്ടം പോലെ. എന്നിട്ടും ആർത്തിമൂത്ത് ഭ്രാന്തി പിടിച്ചോടുക. അവസാനം ആ കൊച്ചുകൾ നിന്റെ പണമെല്ലാം കൊണ്ടുപോയി മദ്യപിച്ച് പെട്രോൾ അടിച്ച് വണ്ടിക്കകത്ത് കയറി എവിടെങ്കിലും ഇടിച്ചു തൊലയുമ്പോ നീ പറയൂ, അയ്യോ എന്റെ കുഞ്ഞിനെ പിശാച് കൊണ്ടുപോയി. അപ്പോഴല്ല പിശാച് കൊണ്ടുപോയി, എന്നേ കൊണ്ടുപോയി പിശാച്. പക്ഷെ അവൻ ഇച്ചിരി സമയം വെച്ച്, എന്തിനാന്നറിയാമോ? നിന്നെ കൂടെ അതിനകത്ത് പിടിക്കാം. പക്ഷെ നിന്നെ കിട്ടിയില്ല എന്ന് കണ്ടപ്പോ നിന്റെ കൊച്ചിനെ അങ്ങ് തകർത്ത്, അത്രേ ഉള്ളൂ. സ്വത്രം, കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞത്, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കണം. സ്വത്രം, ഇന്ന് LKG മുതൽ എഞ്ചിനീയർ ആക്കണം, ഡോക്ടർ ആക്കണം, കളക്ടർ ആക്കണം, MLA ആക്കണം, MP ആക്കണം. സ്വത്രം, IAS IPS ആക്കണം. പള്ളിയിൽ വരാൻ സമയമില്ല, സ്പെഷ്യൽ ട്യൂഷനാണ്. സ്വത്രം, ഞായറാഴ്ച പോലും സ്പെഷ്യൽ ക്ലാസ്സാ. അപ്പനും അമ്മയും അതിന് സപ്പോർട്ടാ. സ്വത്രം, യോഗ്യമായ വസ്ത്രം ധരിക്കണമെന്നും ദൈവത്തിനെ മഹത്വപ്പെടുത്തണമെന്നും, സ്വത്രം, ദൈവനാമം ദുഷിക്കപ്പെടുമാറ് ജീവിക്കരുതെന്നും ദൈവത്തിന്റെ വചനം പറഞ്ഞ് കേട്ടിട്ട് പോലും മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന ഉടുപ്പിന്റെ നീളമുണ്ടല്ലോ, മുക്കാല. ഇപ്പൊ മുക്കാല് വന്ന് കാലായി മാറി. ഇപ്പൊ കാര്യമില്ലാതെ നടക്കാൻ ആഗ്രഹിക്കുന്നത്. സ്വത്രം, ദൈവ പൈതലെ, ദൈവ കോപം അനുസരണം കെട്ടവരുടെ മേൽ വരുമെന്ന് പറഞ്ഞെങ്കിൽ നീ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടങ്ങൾക്കും പട്ടിണിക്കും ദുഃഖത്തിനും ദുരിതത്തിനും രോഗത്തിനും സാമ്പത്തിക ബാധ്യതകൾക്കും കാരണം പിശാചിലെ നീ തന്നെ. സ്വത്രം, നിന്റെ പ്രവൃത്തി ദൈവത്തിന് ഹിതമല്ലാത്തതായി മാറിയപ്പോൾ, നിന്റെ വിശ്വാസം ലോകത്തിലായപ്പോൾ, ദൈവത്തിനുള്ള നോട്ടം മാറ്റി ലോകത്തിലെ മോഹത്തിലേക്ക് നീ വഴുതിപ്പോയപ്പോൾ പിശാച് നിന്നെ തകർത്തു. ഇപ്പൊ കടന്ന് അയ്യം വിളിച്ചിട്ട് കാര്യമില്ല. മടങ്ങി വന്ന് ദൈവത്തിൽ പറ്റിപ്പോയ തെറ്റിനെ ഏറ്റുപറഞ്ഞ് ദൈവമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിപ്പാനും ദൈവത്തെ ആരാധിപ്പാനും നീ സമയം കണ്ടെത്തിയാൽ നിന്റെ സന്തതി ആഹാരം ഇരക്കത്തില്ല. നീ ഇല്ല എന്ന് പറഞ്ഞ അയൽവക്കത്തെ വീടുകൾ കയറിറങ്ങി കരന്നിട്ട് അதைയും അനുവദിക്കത്തില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, സ്വത്രം, നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നീതിമാന്റെ സന്തതി അപ്പമിരക്കുന്നത്. ദൈവം പറയുകയാണ്, ഞാൻ കണ്ടിട്ടില്ലെന്ന്. പിന്നെ ലോകം കാണാൻ ദൈവം അനുവദിക്കുവോ? സ്വത്രം, ദൈവം പറയാ, എന്നെ ആരാധിക്കുന്നവന്റെ സന്തതി, എന്റെ വചനം ചുമക്കുന്നവന്റെ സന്തതി, എന്നെ പിൻപറ്റുന്നവന്റെ സന്തതി. സ്വത്രം, അവൻ ഒരിക്കൽ ലോകത്തിൽ ഉഴന്നു നടക്കത്തില്ല, അലഞ്ഞു നടക്കത്തില്ല, അവൻ പട്ടുപോകത്തുമില്ല. സ്വത്രം, അവൻ വിദ്യാഭ്യാസം ചെയ്തിട്ട്, അവൻ ഡിഗ്രി എടുത്തിട്ട് ജോലി സമ്പാദിക്കാൻ വേണ്ടി ഓടി നടക്കേണ്ടി വരത്തില്ല. സ്വത്രം, അനേക അമ്മച്ചിമാര്
ഫോൺ ചെയ്യുമ്പോൾ പറയുന്നൊരു കാര്യമാണ്, ലൈവ് കണ്ടിട്ടും മെസ്സേജ് കേട്ടിട്ടും പറയുന്നൊരു കാര്യമാണ്, എൻ്റെ പൊന്നു മാസ്റ്ററേ, മോൻ പഠിച്ചിട്ട് ഇത്ര കാലമായി ജോലിയായില്ല, ജോലിയായിട്ട് കല്യാണമായില്ല, കല്യാണമായിട്ട് കുഞ്ഞുങ്ങളില്ല. സ്വത്രം. മക്കൾ യഹോവ നൽകുന്ന ദാനം. പ്രൈസ് ദി ലോർഡ്. എന്നെ ഈ മെസ്സേജ് കേൾക്കുന്ന കൂടപ്പിറപ്പുകളെ, വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തുമായ യേശുവിന്റെ മുഖത്തേക്ക് നോക്കി യേശു കർത്താവ് പറഞ്ഞ വാക്ക് കേട്ട് അനുസരിച്ച് അവന്റെ വചനപ്രകാരം നടക്കുന്ന ഒരുത്തനും ലക്ഷിച്ചു പോയ ചരിത്രം ഇന്ന് വരെ ഇല്ല. സ്വത്രം. സ്വത്രം. തിരി പാടാ കേട്ടോ, തിരി പാടാ. ആ പാട് സഹിച്ചാൽ ആ സഹനത്തിൽ നിന്നൊരു സന്തോഷം പ്രാപിപ്പാൻ കഴിയും. കാരണം സർവശക്തനായ ദൈവം നിന്നോട് കൂടെ ഇരുന്നാൽ നീ ലോകത്തിൽ ഉന്നതനായി മാറും. ലോകക്കാർ നിന്നോട് കൂടെ വരും. സ്വത്രം. അങ്ങനെയാണെങ്കിൽ നോക്ക്, ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നു, നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കും എന്ന് പറഞ്ഞ സന്ധ്യയുടെ യാമത്തിൽ തീന്മേശയുടെ മുമ്പിൽ നിന്റെ മക്കൾ ഉണ്ടാകുമെന്ന്. സ്വത്രം. അങ്ങനെ മക്കൾ ഉണ്ടാവണമെങ്കിൽ അമ്മ എങ്ങനെ ആയിരിക്കണം? ദൈവത്തെ ഭയപ്പെടുന്ന, ദൈവത്തിന്റെ വചനം അനുസരിക്കുന്ന, ദൈവത്തോട് കൂടെ വസിക്കുന്ന സ്വത്രം ഒരു ദൈവ പൈതലായിരിക്കണം. സ്വത്രം. ഉപവാസ പ്രാർത്ഥന വെച്ച അമ്മാമയ്ക്ക് നിരക്ക. സ്വത്രം. സ്പെഷ്യൽ മീറ്റിംഗ് വെച്ച അമ്മാമയ്ക്ക് നിരക്ക. സ്വത്രം. ഇനി സൺഡേ സ്കൂളിൽ കൊച്ചുങ്ങളെ വിടാൻ പറഞ്ഞ കൊച്ചുങ്ങൾക്ക് അന്ന് സ്പെഷ്യൽ ട്യൂഷനാ. സ്വത്രം. പിന്നെ എങ്ങനെ രക്ഷപ്പെടും? ഇനി ഇതൊന്നും ചെയ്താലും സ്വത്രം രക്ഷപ്പെടാത്ത ചിലതുണ്ട്. കാരണം മത്സരികളായി മാറും. പിന്നെ അയാൾ പറഞ്ഞാലേ ഞാൻ നടക്കത്തുള്ളൂ, എനിക്കറിയാൻ നടക്കാം. പിന്നെ അയാൾ പറയുന്ന പോലെ നിന്നാലേ ഞാൻ രക്ഷപ്പെടത്തുള്ളൂ, എനിക്കറിയാൻ രക്ഷപ്പെടാൻ. എന്റെ മോൻ പറഞ്ഞത് അങ്ങനെ. അപ്പൻ എന്തോ അറിയാം. സ്വത്രം. അപ്പൻ കാളവണ്ടി യുഗത്തിൽ ജീവിക്കുന്ന ആളല്ലേ. ഞങ്ങളെ ന്യൂജൻ പിള്ളേരാ, ഞങ്ങൾ കമ്പ്യൂട്ടർ യുഗത്തിൽ ജീവിക്കുന്നവരാ. ആ പവറൊക്കെ ഒന്ന് കാണണമായിരുന്നു. കമ്പ്യൂട്ടർ യുഗം എന്നൊക്കെ പറയുമ്പോ സ്വത്രം. എന്ത് പറ്റി? വീട് കിടന്നപ്പോ കമ്പ്യൂട്ടറും ഇല്ല, യുഗവും ഇല്ല, അറിഞ്ഞ അറിവുമില്ല. സ്വത്രം. അന്നേരം അപ്പം വേണം, അപ്പന്റെ പണം വേണം. സ്വത്രം. അപ്പന്റെ സഹായം വേണം. മോനെ, ദൈവത്തെ അറിഞ്ഞ് ദൈവവചന പ്രകാരം ജീവിക്കടാ എന്ന് പറയുമ്പോ എന്താ പറഞ്ഞത്? എനിക്കറിയാം, എനിക്കറിയാം. ഒരിക്കലും എന്റെ മോളെന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പൻ എന്തോ അറിയാം. അപ്പൻ ഇങ്ങനെ സുവിശേഷം മാത്രം പ്രസംഗിക്കുന്ന ആളല്ലേ. അപ്പൻ തൊട്ട് ഇന്ന ചർച്ചയോട്ട് വന്നു നോക്ക്, ആരാധന തുടങ്ങിയോടെ തന്നെ ഭൂതങ്ങളങ്ങ് അലറുക. സ്വത്രം. ഓരോ പെണ്ണുകൾ കുത്തി മറിയുക. സ്വത്രം. എന്തോ ഹീലിംഗ് അവിടെ നടക്കുന്നത്. സ്വത്രം. ഇഷ്ടം പോലെ പുതിയ പുതിയ ആൾക്കാരെ എല്ലാ ആഴ്ചയും വരുന്നത്. സ്വത്രം. നമുക്കും അങ്ങോട്ട് പോവാം. സ്വത്രം. ഇളക്കപ്പെരുപ്പം നല്ലതാ, പക്ഷെ ഇളക്കിയാലും പെരുക്കിയാലും അനുഗ്രഹം വന്നില്ലെങ്കിൽ ആപത്താ. സ്വത്രം. ദൈവത്തെ ആരാധിക്കുന്ന നിന്റെ മുമ്പിൽ സ്വത്രം ഒരു പിശാചും ഇരിക്കത്തില്ല. സ്വത്രം. ദൈവത്തിന്റെ സന്നിധിയിൽ പിശാച് ബാധിച്ചവൻ കയറി വന്നാൽ അവൻ സൗഖ്യമായി കടന്നു പോകും. സ്വത്രം. എന്നാൽ ഇന്ന് രാത്രികാലം പറയട്ടെ, എന്തുകൊണ്ടാണ് ഈ ലോകം ഇങ്ങനായി പോയതെന്നറിയാമോ? അത്ഭുതത്തിന്റെ പുറകെ, അടയാളത്തിന്റെ പുറകെ, നന്മകളുടെ പുറകെ മനുഷ്യനോടി ദൈവത്തെ വേണ്ടാതെ വന്നു. എന്നാൽ ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരനിൽ വ്യക്തമായി പറയാം, ലോകത്തിൽ ഒന്നും നേടിയില്ലെങ്കിലും ദൈവം കൂടെ ഉണ്ടെങ്കിൽ സുഖമായി കിടന്നുറങ്ങാൻ കഴിയും. സന്തോഷത്തോടെ ജീവിതയാത്ര മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയും. അന്നു വേണ്ടത് തന്നു നിറപ്പാൻ സർവശക്തനായ ദൈവത്തിനോട് കൂടെ ഇരിക്കും. സങ്കീർത്തനം 91:10 പറഞ്ഞത്, ഒരനർത്ഥവും വരാതെ നിന്റെ എല്ലാ വഴികളിലും സ്വർഗം നിന്നെ കാക്കും. എന്തു ചെയ്യണം?
ആവർത്തനം 28:1 പറഞ്ഞേ, ഒന്ന് വായിച്ചേ. ആവർത്തനം 28:1. സ്വത്രം. പ്രൈസ് ദി ലോർഡ്. ആവർത്തനമില്ലേ? സ്വത്രം. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട, അലസമായി കേൾക്കരുത്. കേൾക്കുന്നത് അധികം ശ്രദ്ധയോടെ കേൾക്കണം. ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ ദൈവം പറഞ്ഞ വാക്ക് കേട്ട് അനുസരിച്ചാൽ, അനുസരിക്കാതെ ഇരുന്നാൽ അനുഗ്രഹത്തിന് പകരം ശാപം വരും. സ്വത്രം. എന്താണ് ദൈവം പറയുന്നത്? ഞാനല്ലാതെ, പുറപ്പാട് 20:1, ഞാനല്ലാതെ അന്യ ദൈവം നിനക്കൊണ്ടാകരുത്. ആകാശത്തിലോ വെള്ളത്തിലോ ഭൂമിയിലോ കരയിലോ വെള്ളത്തിനടിയിലോ ഉള്ള ഒന്നിന്റെയും പ്രതിമ ഉണ്ടാക്കിയോ അതിനെ നമസ്കരിക്കുകയോ ചെയ്യരുത്. അരുത് എന്ന് പറഞ്ഞതിനെ നമ്മൾ ചെയ്യുന്നു, ചെയ്യാൻ പറഞ്ഞതിന് പലതും നമ്മൾ ചെയ്യുന്നില്ല. അരുത് എന്ന് പറഞ്ഞതിന് ചെയ്യാൻ നമ്മൾ തയ്യാറാകുന്നത് കൊണ്ട് വിട്ടുമാറാത്ത സാമ്പത്തിക പ്രതിസന്ധി, വിട്ടുമാറാത്ത രോഗം, വിട്ടുമാറാത്ത കണ്ണുനീരിന്റെ ആഴം. സ്വത്രം. ഇത് മാറണമെങ്കിൽ ഒരു വൈദ്യം വിചാരിച്ച പറ്റത്തില്ല, ഒരു മന്ത്രവാദി വിചാരിച്ച പറ്റത്തില്ല, ഒരു ശകനവാദി വിചാരിച്ച പറ്റത്തില്ല, പാസ്റ്റർ വിചാരിച്ച പറ്റത്തില്ല, നീ തന്നെ വിചാരിക്കണം. എന്ത് ചെയ്യണം? പറ്റിപ്പോയി ദൈവമേ, തെറ്റിപ്പോയി കർത്താവേ, ഞാൻ നിന്നെ വിട്ട് ഓടിപ്പോയി ദൈവമേ, എന്നോട് പൊറുക്കണേ എന്ന് പറഞ്ഞ് ഉള്ളു തുറന്ന് കുഞ്ഞ് നീ ഒന്ന് ദൈവസന്നി പ്രാർത്ഥിക്കാൻ തയ്യാറായ മതി. അത്രം. ഉപവസിക്കാൻ പറ്റുന്നില്ല. എന്താ കാരണം? ഡോക്ടർ പറഞ്ഞു ആഹാരം കഴിക്കാനും ചത്തു. എന്താ കഴിക്കേണ്ടത്? പാവയ്ക്ക ജ്യൂസ്. സ്വത്രം. ദൈവ പൈതലേ, എന്നെ കേൾക്കുന്ന കൂടപ്പുറപ്പേ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, കുറെ കാലം പട്ടിണി കിടന്നില്ലേ? കുറെ കാലം കരഞ്ഞില്ലേ? ആ കണ്ണുനീരിന് മറുപടിയായി പട്ടിണി കിടന്നിന്റെ വയറിനെ നിറയ്ക്കാൻ വേണ്ടി സ്വർഗം തന്നപ്പം നീ എന്തിനാ വേണ്ട എന്ന് പറയുന്നത്? സ്വത്രം. എന്റെ ദൈവം പറയുന്നത് വെട്ടി തിന്നാനാ. സ്വത്രം. എന്റെ ദൈവം പറയുന്നത് വെട്ടി തിന്നാനാ. അങ്ങനെയാണെങ്കിൽ തിന്നാതെ ഇരുന്ന എന്ത് സംഭവിക്കറിയാമോ? നീ വിശന്ന് ചത്തു. സ്വത്രം. വിശന്ന് ചത്തു. അങ്ങനെ ചാവാനല്ല സ്വർഗം നിന്നെ വിളിച്ചത്, ജീവിച്ചിരുന്ന് ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കാൻ. അല്ലയോ? ജീവിച്ചിരുന്ന് ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കാനാ. അങ്ങനെയെങ്കിൽ നീ ആഗ്രഹിക്കേണ്ടെന്നറിയാമോ? ഈ ജീവിതയാത്രയിൽ പട്ടുപോകുന്നതിന് മുമ്പ് സ്വത്രം ദൈവത്തിന്റെ മഹത്വം എനിക്ക് കാണണം. സ്വത്രം. ഈ ജീവിതയാത്രയിൽ തോൽപ്പിച്ചുകളെ ശത്രു വരുന്നതിന് മുമ്പ് ദൈവത്തിന്റെ സന്നിധിയിൽ വിജയം എനിക്ക് കാണണം. സ്വത്രം. കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. സ്വത്രം. ഞാനല്ലാതെ അന്യ ദൈവം നിനക്കൊണ്ടാകരുത്. സ്വത്രം. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടേണ്ടതിന് ഞാൻ എന്റെ കരം നിനക്ക് വേണ്ടി നീട്ടുമെന്ന്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി നീട്ടുന്നത് അനുകൂലമായിരിക്കാൻ വേണം, അല്ലാതെ ഭാരമാകാൻ ആഗ്രഹിക്കരുത്. മഹത്വം വെളിപ്പെടുത്തുവാൻ സർവശക്തൻ കൂടെ ഇരിക്കുമ്പോൾ കുഞ്ഞ് ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രികാലം പറയുന്നത് സ്തോത്രം. എങ്ങനെയാ സ്വത്രം? നിന്റെ സന്തതി പട്ടുപോകും എന്നല്ല, നിന്റെ പിതാക്കന്മാർ ആഗ്രഹിച്ചത്, നീ ആഗ്രഹിച്ചത് ചെയ്തെടുക്കാൻ കഴിയാത്തത് നിന്റെ സന്തതി ചെയ്തെടുക്കുമെന്ന്. സ്വത്രം. ഒന്ന് ചിന്തിച്ചേ. സ്വത്രം. നിന്നെ കൊണ്ട് കഴിയാത്തത് പലപ്പോഴും നീ ആഗ്രഹിച്ചിട്ടും നിനക്ക് ലഭിക്കാത്തത്, നിന്റെ ആഗ്രഹം പറയുന്നു സ്വർഗത്തെ ദൈവം നിന്റെ സന്തതിയിലൂടെ സത്യമാക്കി തരുമെന്ന് ഹല്ലേലൂയ പറഞ്ഞു. സ്വത്രം. എന്താ പറഞ്ഞത്? നിനക്കൊണ്ട് കഴിയാത്തത് നിന്റെ സന്തതി നിവർത്തിച്ചു തരും. സ്വത്രം. അങ്ങനെയല്ല പറഞ്ഞത്? തലമുറയായി. സ്വത്രം. മുൻപോട്ട് പോകാൻ കഴിയാതെ ബന്ധിച്ചിട്ടിരിക്കുന്ന, സ്വത്രം, കെട്ടിയടച്ച്
ഒരിക്കലും നീ നിന്റെ സന്ധി ഉയർത്തപ്പെടാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന പിശാചിന്റെ തല സ്വർഗം തകർക്കും, കെട്ടുകളെ അവൻ അഴിക്കും. ആര്? സർവശക്തനായ ദൈവം. സ്വത്രം. പിന്നെന്താ പറയുന്നത്? കേട് തീർക്കുന്നവൻ. സ്വത്രം. പിന്നെന്താ പറയുന്നേ? പാതകളെ യഥാസ്ഥാനമാക്കുന്നവൻ. സ്വത്രം. ഓ, നിന്റെ വഴിയിൽ ശത്രു തടസ്സം കൊണ്ടിട്ട് മുൻപോട്ടൊരു ശുഭയാത്ര ലഭിക്കാതെ നീ പട്ടുപോകാൻ ഇടയാകത്തില്ല. നിന്റെ മുൻപുള്ള സകല ശത്രുവിനെയും നിന്റെ പാദപീഠത്തിലാക്കുന്നു. Praise the Lord. Praise the Lord. ഇത്ര നല്ല ദൈവത്തിന് നീ കൊടുക്കുന്ന മഹത്വം ഒരിക്കലും നഷ്ടമല്ല കുഞ്ഞെ. പകലന്തിയോളം പാടുപെട്ട് പണിയെടുത്ത് പറമ്പിൽ നിന്ന് സന്ധ്യയുടെ യാമത്തിൽ കയറി വരുമ്പോൾ നിന്റെ കുഞ്ഞുങ്ങൾ ഭവനത്തിനകത്ത് ഇരിക്കുന്നെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയാ. സ്വത്രം. സന്ധ്യയുടെ യാമത്തിൽ നിന്റെ ഭവനത്തിനകത്ത് പാട്ടും പ്രാർത്ഥനയും ഉയരുന്നെങ്കിൽ അത് നാളെയുടെ നന്മയാ. അത് എപ്പോ നഷ്ടപ്പെട്ടോ അന്ന് നീ കഷ്ടത്തിലായി. എപ്പോ ദൈവത്തെ സ്തുതിക്കാൻ നീ മറന്നോ അന്ന് മുതൽ നിന്റെ കാര്യങ്ങളെല്ലാം അവതാളത്തിലായി. എന്നിട്ട് പറയുന്നത് എന്തോന്നറിയാമോ? അങ്ങേലെ മേരിക്കുട്ടി, ഇങ്ങേലെ ചിന്നമ്മ, അങ്ങേലെ പൊന്നമ്മ, ഇങ്ങേലെ മറിയാമ്മ, അങ്ങേലെ രാജമ്മ. വിളിച്ചു നേർന്നതാ, ആഭിചാരം ചെയ്തതാ, ബന്ധിച്ചതാ, കെട്ടിയതാ. ഭാവിചാലെ നിന്നെ പ്യായി ബാധിച്ചിട്ട് കുറെ കാലമായി. ഇപ്പൊ നീ അവരെ വരെ നോക്കി നടക്കുക. അതുകൊണ്ട് മാറിയിരുന്ന് ദൈവസന്നി പ്രാർത്ഥിക്കും. പറ്റിപ്പോയി ദൈവമേ, അന്നമ്മയുടെ കുഴപ്പമില്ല, ചിന്നമ്മയുടെ കുഴപ്പമില്ല, മറിയാമ്മയുടെ കുഴപ്പമില്ല, എന്റെ കുഴപ്പമെന്ന് പറ. ഞാൻ ദൈവത്തെ ആരാധിക്കണമല്ലോ ആരാധിച്ചിരുന്നെങ്കിൽ, ദൈവത്തിന് കൊടുക്കുന്ന മഹത്വം ദൈവത്തിന് കൊടുത്തിരുന്നെങ്കിൽ, എനിക്ക് തന്നതിന്റെ വീതത്തിൽ ദൈവദാസന്റെ കാര്യത്തിൽ കൊടുത്തത് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാനും എന്റെ കൊച്ചുങ്ങളും തോറ്റുപോകത്തില്ലായിരുന്നു എന്ന് ചിന്തിക്കാൻ തുടങ്ങ്, പ്രാർത്ഥിക്കാൻ തുടങ്ങ്, ബൈബിൾ വായിക്ക്, പഠിക്ക്. ദൈവദാസൻ പറയുന്ന ദൈവത്തിന് കേട്ട ആമേൻ പറ. സ്വത്രം. രാവിലെ ഒരുങ്ങിക്കെട്ട് എവിടെ പോ? പള്ളി പോവുക. ബൈബിൾ ഉണ്ടോ? ഇല്ല. സ്വത്രം. പലരും പള്ളി പോകുന്ന കണ്ടിട്ടുണ്ടോ? സ്വത്രം. കയ്യും വീശി. കാരണം പള്ളി പോവാൻ ആരും കാണരുത്. സ്വത്രം. പള്ളി ചെറിയ ആരാധന തീരുന്ന ഇറങ്ങി ഓടും. സ്വത്രം. എന്തിനാ? പള്ളിയിൽ പോയെന്നാലും പറയരുത്. കാരണം ആരാധന കഴിഞ്ഞ ആൾക്കാർ ഇറങ്ങി വരും. അവരും പള്ളിയിൽ പോയല്ലോ പറയുമല്ലോ. ദൈവത്തെ കുറിച്ച് ലജ്ജിക്കുന്നവനെ ദൈവം തള്ളിക്കളയും. സ്വത്രം. ദൈവത്തിന്റെ വചനം ചുമക്കുന്നവനെ ദൈവം ചുമക്കും. ആരെല്ലാം അവനെ തള്ളിയിടാൻ ശ്രമിച്ചാലും സ്വർഗം അവനെ ഉള്ളംകരത്തിൽ വഹിക്കും. കൂടപ്പുറപ്പെ ലജ്ജിക്കാതെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ദൈവത്തിന്റെ വചനം പറഞ്ഞനുസരിച്ച് ദൈവത്തെ ഉയർത്തും. ദൈവം നിന്നെ ഉയർത്തും. Praise the Lord. ദൈവത്തെ നീ ഉയർത്തിയാൽ ദൈവം നിന്നെ ഉയർത്തും. ദൈവത്തിന്റെ വചനം നീ ചുമന്നാൽ നിന്നെ ദൈവം ചുമക്കും. സ്വത്രം. നിന്റെ മക്കളും നീ ഒരുമിച്ച് ദൈവസഭയിൽ വന്നാൽ ദേശത്ത് നീ നിന്റെ മക്കൾ ഒരുമിച്ച് അനുഗ്രഹിക്കപ്പെടും. സ്വത്രം. പാലയ്ക്ക പോലെ പിരിഞ്ഞിരുന്നാൽ കാലാവർക്കുന്ന അനുഭവമേ ഉണ്ടാകത്തുള്ളൂ. ദൈവത്തിന് മഹത്വം കൊടുക്കാൻ പൂർണ്ണ ഹൃദയത്തോടെ നീ നിന്നെ താഴ്ത്തിക്കൊടുത്താണല്ലോ സ്വർഗം നിന്നെ തക്ക സമയത്ത് ഉയർത്തി മാനിക്കും. അങ്ങനെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്ന പ്രകാരം നിന്റെ സന്തതി ഒരനുഗ്രഹമായി മാറണമെങ്കിൽ, നിന്റെ കൂട്ടാളി ഒരനുഗ്രഹമായി മാറണമെങ്കിൽ, നിന്റെ കുടുംബം ഒരനുഗ്രഹമായി മാറണമെങ്കിൽ, നീ ഒരനുഗ്രഹമായി മാറണമെങ്കിൽ സർവശക്തനായ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് നിനക്ക് പറ്റിയ തെറ്റുകളെ സമ്മതിച്ച് കണ്ണുനീരോടെ നീ ദൈവത്തോട് പറ, മടക്കി വരുത്തുവാൻ അവിടത്തേക്ക് മനസ്സുണ്ടാകണമേ. നഷ്ടപ്പെട്ടു പോയ നന്മകളെ തിരികെ തരും അവിടത്തേക്ക് മനസ്സുണ്ടാകണമേ. ഇന്നലെ എന്നെ തകർത്ത പിശാച് എന്നെ തൊടാതിരിപ്പാൻ അങ്ങനെ കാവലായി നിൽക്കണമേ. ഒന്ന് പറഞ്ഞു നോക്ക്, സ്വർഗം ഇറങ്ങും. ദൈവത്തിന്റെ വചനം കൂട്ടുകാരിൽ പരമായി സ്വത്രം നിന്നെ നിറയ്ക്കും. സ്വത്രം. അത് വേണമെങ്കിൽ എന്തോ ചെയ്യണമെന്ന് അറിയാമോ? ഉപദേശിയെ നോക്കല്ലേ, വിശ്വാസിയെ നോക്കല്ലേ, ദൈവത്തിന്റെ വചനം എന്ന് പറഞ്ഞാൽ അത് പ്രകാരം ദൈവത്തിങ്കിലേക്ക് നോക്കണം. സ്വത്രം. ദൈവത്തിങ്കിലേക്ക് നോക്കണം. സ്വത്രം. പലരും ഇന്ന് കൈനനയാതെ മീൻ പിടിക്കുന്ന സ്വഭാവമാ. സ്വത്രം. യൂട്യൂബിൽ ഇഷ്ടംപോലെ പ്രസംഗം കേൾക്കുന്നുണ്ടല്ലോ, പിന്നെ പറഞ്ഞിട്ട് ലൈവ് ആരാധന ഉണ്ടല്ലോ. സ്വത്രം. പള്ളിയിൽ പോകണ്ടല്ലോ, സ്വതരാജ്യം കൊടുക്കണ്ടല്ലോ, ദശാംശം കൊടുക്കണ്ടല്ലോ, ലൈവിൽ ആരാധന ഉണ്ട്. അന്യഭാഷ വരെ ലൈവിൽ കൂടെ അങ്ങ് പോവുക. സ്വത്രം. അപ്പൊ പിന്നെ വീടിനകത്തിരുന്നുകൊണ്ട് ഓണാക്കി വെക്കും.
എന്നിട്ട് അടുക്കള മീന് ചായ കാപ്പി എല്ലാം ചെയ്തുകൊണ്ട് നിൽക്കും, കൂടെ കൂടി ഇങ്ങോട്ട് നോക്കും. അപ്പൊ കാണാൻ ഉപദേശിക്കുന്നത് ഇങ്ങനെ തുള്ളുന്ന കുറെ പെണ്ണുങ്ങൾ തുണി മണി ഇല്ലാതെ കുറെ ഇങ്ങനെ തുള്ളുന്ന കാണാം. സ്വത്രം പ്രൈസലോട്. അപ്പോഴത്തേക്ക് അവർ പറയും ഞങ്ങളും ആരാധനയിൽ പങ്കെടുത്തു. കൂടപ്പുറപ്പേ, ഏതു തരത്തിലും ദൈവത്തിൽ നിന്ന് നിന്നെ അകറ്റാൻ പിശാചൊരുക്കുന്ന കെണിയാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ദൈവത്തിന്റെ വചനം പറയുന്ന പോലെ ദൈവത്തെ ആരാധിക്കേണ്ടത് ആലയത്തിൽ ചെന്ന. സ്വത്രം. ദൈവത്തെ ആരാധിക്കേണ്ടത് ആലയത്തിൽ ചെന്ന. ഇനി ആരുടെ കൂടെ ദൈവത്തെ ആരാധിക്കേണ്ടത്? വിശുദ്ധന്മാരുടെ കൂടെ. സ്വത്രം. എങ്ങനെ ആരാധിക്കണം? വിശുദ്ധിയോടെ. എങ്ങനെ ആരാധിക്കണം? ആത്മാവിലും സത്യത്തിലും. സ്വത്രം. അങ്ങനെ നീ ദൈവത്തെ ആരാധിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അന്ന് നിന്റെ മക്കൾ നാൾക്ക് നാൾ അഭിവൃദ്ധി പ്രാപിച്ചു. ഇപ്പോ 2 എണ്ണേ ഉള്ളൂ. ആ 2 എണ്ണവും വഴിപഴച്ചു പോയി. ഇപ്പൊ അവർക്ക് വേണ്ടി നേർച്ചയും കാഴ്ച നടത്തി സകല പുണ്യ സ്ഥലങ്ങൾ സന്ദർശിച്ച് ഒടുവിൽ എല്ലാ വഴിയിലും ബ്ലോക്കായി, എല്ലാ നിലയിലും നഷ്ടം വന്നപ്പോ ഉപദേശിയേ, എന്റെ മോന് വേണ്ടി എന്റെ മോക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമേ. അപ്പോഴാ ഉപദേശി നിലയ്ക്കുന്നു, അന്നേരമാണ് പിശാച് അറിയുന്നത് എന്നെ വിളിച്ചെന്ന്. സ്വത്രം. അന്നേരം പിശാച് അറിയുന്നത് എന്നെ ഉപദേശി വിളിച്ച് എന്താ കാര്യമൊന്ന് അന്വേഷിക്കാം. അപ്പോഴാണ് ലീലമ്മാമ പ്രാർത്ഥിക്കാനായി ഉപദേശി വിളിച്ചെന്ന് ആർക്ക് മനസ്സിലായി? പിശാചിന് മനസ്സിലായി. നേരെ എങ്ങോട്ട് ചെല്ലും പിശാച്? ലീലമ്മാമ്മയുടെ വീട്ടിൽ ചെല്ലും. സ്വത്രം. ലീലമ്മാമയെ കൈവിട്ടിച്ച് പോയിട്ട് കാലം കുറെ ആയി പിശാച്. ഇപ്പൊ ലീലമ്മാമ വിളിച്ചേക്കുക. ഇപ്പൊ പിന്നെ എന്തെങ്കിലും കൊടുക്കണ്ടേ അമ്മയ്ക്ക്? സ്വത്രം. ഒരു 5000 രൂപ അങ്ങ് പാസ് കൊടുത്താൽ പ്രാർത്ഥിച്ചില്ലേ? പാസ് വാങ്ങിച്ച് പോക്കറ്റ് കൊണ്ട് പാസ് വഴിക്ക് പോയി. ഇങ്ങോട്ട് കയറി വന്നപ്പോ കാണാൻ കയ്യിലിരുന്ന പാത്രം അങ്ങ് താഴെ വീണു. ഉടനെ അകത്തിരുന്നോട് അച്ഛൻ ചോദ്യം, എന്തു വാടി അതിനകത്ത്? അമ്മാമ്മയുടെ സ്വഭാവം അങ്ങ് മാറി. സ്വത്രം പറഞ്ഞ അമ്മയും പറഞ്ഞ അമ്മാമ്മ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് തുടങ്ങി അങ്ങ് പിശാചി മാറിയെന്ന് കൈയടിച്ചിരിക്കും. ഇത്ര നേരം നീ സ്വത്രം പറഞ്ഞ വായിലിപ്പ സൂത്രം പറഞ്ഞോണ്ട് ഇപ്പൊ നീ എന്താ പറയുന്നത്? ഞാൻ ജയിച്ചു. സ്വത്രം. 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 എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? ദൈവത്തെ മറന്ന് ജീവിച്ചതിന്റെ കൂലി കിട്ടിക്കൊണ്ടിരിക്കുക. ദൈവത്തെ കളഞ്ഞിട്ട് ലോകമോഹത്തിന്റെ പുറകെ പോയത് കൊണ്ട് ഇപ്പൊ നിനക്ക് നിവർന്നൊന്നും നിൽക്കാൻ കഴിയാത്ത പോവുക. സ്വത്രം. സങ്കീർത്തനം 128 സ്വത്രം 2-ാം വാക്യം, നിന്റെ കൈകൾ അധ്വാന ഫലം നീ തിന്നുവെന്ന. ഇപ്പൊ ആരാ തിന്നുന്നറിയാമോ? വൈദ്യന്മാര്. സ്വത്രം. പലിശക്കാര്. സ്വത്രം. നാട്ടുകാര്. നിനക്ക് വല്ല തിന്നാൻ പറ്റുമോ? ഇല്ല. നീ എന്തോ തിന്നുന്നത്? ഓട്സ്, പാവയ്ക്ക ജ്യൂസ്. സ്വത്രം. പ്രൈസ് ദി ലോർഡ്. എന്റെ കർത്താവ് എന്ന് പറഞ്ഞത്, മോനെ, ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം നിനക്ക് ഞാൻ തന്നതാ. സ്വത്രം. ഇതെല്ലാം നിനക്ക് നിന്റെ സന്തതിക്കും അനുഭവിക്കാൻ വേണ്ടി ഞാൻ തന്നതാ മക്കളെ. ഇതെല്ലാം സന്തോഷത്തോടെ ഭക്ഷിച്ചിട്ട് കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാൽ മതി. കരമുയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞാൽ മതി മക്കളെ. പറ്റുന്നുണ്ടോ തിന്നാൻ? സ്വത്രം. കുടിക്കാൻ പറ്റുന്നുണ്ടോ? പേടിയാ. സ്വത്രം. എന്നാൽ ഇന്ന് രാത്രിക്കാലം വ്യക്തമായി പറയട്ടെ, യെശയ്യാവ് പറയാണ്, നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയണമെങ്കിൽ സ്വത്രം നീ ദൈവത്തിന്റെ സന്നിധി നിൽക്കണം. ദൈവത്തിന്റെ വചനം പറയുന്നത് കേൾക്കണം. നീ ആഗ്രഹിച്ചില്ലേ? നീ ചോദിച്ചില്ലേ? നീ പറഞ്ഞില്ലേ? എന്റെ അച്ചായന് രോഗം എപ്പം മാറും? എന്റെ അച്ചായൻ എന്നാ ഒന്ന് സ്വതന്ത്രനാകുന്നത്? ഞങ്ങളുടെ കടഭാരം എന്നാ നീങ്ങുന്നത്? ഞങ്ങൾ പണിയാൻ തുടങ്ങിയ വീടിന്റെ പണി എന്നാ ഒന്ന് പൂർത്തീകരിക്കുന്നത്? നിന്റെ കുഞ്ഞിനെന്നാ ജോലി കിട്ടുന്നത്? എന്നാണ് നല്ലൊരു വിവാഹം നടക്കുന്നത്? നീ ചോദിച്ചില്ലേ? ദൈവത്തോട് ചോദിച്ചില്ലേ? എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് നീ ഒന്ന് കേൾക്കു കുഞ്ഞെ, അനുസരിക്കു കുഞ്ഞെ, അത് പ്രകാരം നിൽക്കു കുഞ്ഞെ. ദൈവം നിന്നെ ഉയർത്തി മാനിക്കും. അങ്ങനെ ദൈവത്തിന്റെ വചനം അനുസരിക്കുന്ന, സ്വത്രം, ദൈവത്തെ പിൻപറ്റുന്ന, ദൈവത്തിന്റെ വചനം ചുമക്കുന്നവന്റെ സന്തതി വർഷങ്ങൾക്കും അപ്പൻ സ്വപ്നം കണ്ടതിനെ നിവർത്തിക്കപ്പെടാൻ കഴിയാതിരുന്നതിനെ പണിയുമെന്ന്. സ്വത്രം.
അപ്പൻ സ്വപ്നം കണ്ടത് അപ്പനെ കൊണ്ട് ചെയ്തെടുക്കാൻ കഴിയാത്തത് അപ്പന്റെ കുഞ്ഞ്, അപ്പന്റെ മോൻ ചെയ്യുമെന്ന്. സ്വത്രം വേണോ? അത് കാണണോ? സ്വത്രം. ഒരു ചെറിയൊരു സാക്ഷ്യം നിങ്ങളുടെ മുമ്പിൽ പറയുക. എൻ്റെ അപ്പനൊരു ജ്യേഷ്ഠനുണ്ട്, എൻ്റെ അപ്പനൊരു പെങ്ങളുണ്ട്. അവര് 3 പേരാണ് മാവേലിക്കൽ ജോസഫിന്റെ മക്കള്. ഈ മാവേലിക്കൽ ജോസഫ് എന്ന് പറഞ്ഞതിന്റെ കാര്യം, അസംബ്ലീസ് ഓഫ് ഗോഡ് 1921 മാവേലിക്കൽ നിന്ന് പുനലൂര് വന്ന് കുന്നുംപുറത്ത് അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ പ്രവർത്തനം തുടങ്ങിയപ്പം അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്ന അവിടുത്തെ സൂപ്പറിനോട് ആകേണ്ട ആളാണ് മാവേലിക്കൽ ജോസഫ്. ചരിത്രം പഠിച്ചാൽ കാണാം. ഇത് കേൾക്കുമ്പോൾ ചിലർക്കൊന്നും ദഹിക്കത്തില്ല. സ്വത്രം. അന്ന് ആദ്യമായി കിഴക്കൻ മേഖലയെ വെച്ച അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ചർച്ച് എന്റെ വലിയപ്പച്ചന്റെ പുരയിടത്തിലാണ് വെച്ചത്. സ്വത്രം. വ്യക്തമായി പറയട്ടെ, ദൈവത്തിന്റെ തിരുവെഴുത്ത് നമ്മൾ പഠിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. നീതിമാന്റെ സന്തതി ആഹാരമിരക്കത്തില്ലെന്ന്. അങ്ങനെയാണെങ്കിൽ എന്റെ അപ്പന്റെ ചേട്ടന്റെ മക്കള് അമേരിക്കയിലും പേർഷ്യയിലും പോയപ്പോ ചേട്ടൻ ഒത്തിരി അങ്ങ് പൊങ്ങി. അവസാനം ചേട്ടന്റെ മക്കള് പേർഷ്യന്ന് വന്നപ്പം അന്ന് ഈ കളങ്കളം കൈലിയും ലൈബോയ് സോപ്പുമാണ് അന്നത്തെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു. അത് ഉടുത്തോണ്ടൊന്ന് പുറത്തിറങ്ങുമ്പോൾ ഭയങ്കര ഗമയാ. ലൈബോയ് സോപ്പിട്ട് കുളിച്ച്, ഇന്നത്തെ ലൈബോയിലെ കളിപ്പീര് ലൈബോയ് അല്ല, ആ സോപ്പിട്ടെന്ന് കുളിച്ച് 1 കിലോമീറ്ററിന്റെ മണം വരും. ഇപ്പോഴത്തെ സോപ്പിന് നാറ്റമാ. സ്വത്രം ആണ്. കാശ് കൊടുത്ത് സോപ്പ് ഉണ്ടാക്കിയെങ്കിലേ മണം വരത്തുള്ളൂ. കാശ് കൊടുക്കാതെ സോപ്പ് ഉണ്ടാക്കിയാൽ നാറ്റമേ വരും. സ്വത്രാണ്. അങ്ങനെ ആ സോപ്പും ഒരു കൈലിക്കും വേണ്ടി പേരപ്പന്റെ മക്കള് വന്നപ്പം അപ്പൻ അവിടെ പോയി. ബാക്കി നാട്ടുകാർക്കെല്ലാം വസ്ത്രം കൊടുത്തപ്പോൾ എന്റെ അപ്പന് കൊടുത്തില്ല. അപ്പൻ വളരെ വേദനയോടെ വീട്ടിൽ വന്നിരുന്ന് പറയുമ്പോ, ഞാനൊക്കെ കുഞ്ഞാന്ന്. എന്നാൽ അമ്മ ഇങ്ങനെ പറഞ്ഞങ്ങൾ കേട്ട്, നിങ്ങൾ എന്തിനാ മനുഷ്യ അവര് വിളിക്കാതെ അവിടെ പോയത്? അവര് നിങ്ങളുടെ ചേട്ടന്റെ മക്കളുടെ കൊണ്ടു തരത്തിലായിരുന്നോ? നിങ്ങൾ എന്തിനാ അങ്ങോട്ട് പോയത്? അപ്പം പറഞ്ഞു, വലിയ ആഗ്രഹമായിരുന്നടി, ഒരു കൈലിയും ഒരു കട്ട സോപ്പും. പിന്നീട് ഒരുപാട് പ്രാവശ്യം അവർ പോയി വന്നു. അപ്പൻ പ്രതീക്ഷിക്കും, എന്റെ പേരപ്പന്റെ മക്കള്, എന്റെ ചേട്ടന്റെ മക്കള് എനിക്ക് കൊണ്ടുതരും. എന്തിനു പറയുന്നു? പാനിടാൻ കൊതിയായിരിക്കുമ്പോ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഞാൻ എന്റെ പേരപ്പന്റെ മോനോട് പറഞ്ഞു, അച്ചാച്ചാ എനിക്കൊരു പഴയ പാന്റ് തരുമോ? ഞാനതൊന്ന് വെട്ടിത്തയ്ച്ച് പാന്റായി ഇട്ടോട്ടെ. അദ്ദേഹം പറഞ്ഞു, കൊണ്ടുവന്ന എല്ലാം ഓരോരുത്തർ പിറക്കിക്കൊണ്ട് പോയടാ, ഇനി വരുമ്പോ തരാ. മനസ്സ് പടച്ചു. എന്നാൽ ആ ആഗ്രഹം ഹൃദയത്തിനകത്ത് കിടന്നുകൊണ്ട് സ്കൂൾ വെക്കേഷനിൽ അവിടെ ഒരു വലിയ ടവർ പണിയുന്നുണ്ട്. ഈ ടെലിഫോണിന്റെ ടവർ ഇവിടൊക്കെ കടകടൊക്കെ മേളിലൊക്കെ പൊങ്ങി നിൽക്കുന്നത്. അതുപോലെ ടവർ അന്ന് ഭൂമിയിൽ കുഴിച്ചാ വെക്കുന്നത്. ഇപ്പോഴാണ് കട്ടടത്തിന്റെ മേളിലെല്ലാം വന്നത്. അവിടുത്തെ കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ മലയാളമടല ആ ടവർ പണിയുന്നത്. അവിടെ സന്ധ്യക്ക് വൈകുന്നേരത്തും ഉച്ചയ്ക്കും ഒക്കെ കല്ല് പെറുക്കിയിടാൻ പോകും. അങ്ങനെ തരുന്ന ചില്ലറ പൈസ കൊണ്ട് 30 രൂപ ഉണ്ടാക്കി പാന്റ് ഷർട്ട് വാങ്ങിച്ചിട്ട് അടുത്ത വർഷം പേരപ്പന്റെ മോൻ വന്നപ്പം ഈ പാന്റ് ഷർട്ട് ഇട്ടുണ്ട് അവിടെ ചെന്നു, അച്ചാച്ച ഞാനും പാന്റ് ഷർട്ടും വാങ്ങിച്ചെന്ന്. അപ്പൊ കളിയാക്കി. സ്വത്രം. ഇന്ന് രാത്രി നിങ്ങളോട് പറയട്ടെ, കണ്ണുനീരിന് മറികടന്ന് പോകാത്ത സർവശക്തനായ ദൈവം, എന്റെ അപ്പന്റെ കണ്ണുനീര് കണ്ട സ്വർഗത്തിലെ ദൈവം എന്നെയും വിദേശത്ത് കൊണ്ടുപോയി. സ്വത്രം. ഞാൻ ആദ്യം വാങ്ങിയത്, അവിടുന്ന് കിട്ടിയ നന്മയെന്ന് ആദ്യം വാങ്ങിയത് ഒരു കട്ട ലൈബോയ് സോപ്പും ഒരു കളങ്കളം കൈലിയുമാ. എന്റെ ഹൃദയത്തിൽ ഇന്നും അത് ബാക്കി നിൽക്കുന്നുണ്ട്. എന്റെ അപ്പന്റെ ആഗ്രഹം സാധ്യമാക്കി കൊടുക്കുവാൻ ഞാൻ വാങ്ങി എന്റെ ബാഗിനകത്ത് വെച്ചിട്ടാണ് ഞാൻ അടുത്ത സ്റ്റെപ്പ് മുൻപോട്ട് വെച്ചത്. എന്നാൽ എന്റെ വീട് വിട്ട് ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ ഭാര്യയും കൊണ്ട് കണ്ണുകൊണ്ട് ഇറങ്ങിയുണ്ട്. അപ്പൻ എന്നെ ഇഷ്ടമല്ലാതെ വന്നു. പക്ഷെ എന്റെ ഭാര്യ മക്കളെ അപ്പൻ ഇഷ്ടമായിരുന്നു. അപ്പൻ എന്നെ വേണ്ട. പക്ഷെ ഞാൻ ഗൾഫിൽ നിന്ന് വരുമ്പോ
ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു, എന്റെ അപ്പന്റെ അടങ്ങാത്ത ഒരു ആഗ്രഹമുണ്ട്. നിങ്ങൾ എയർപോർട്ടിൽ വരുമ്പോ എന്റെ അപ്പനെ കൊണ്ടേ വരാവൂ, ഇല്ലെങ്കിൽ നിങ്ങളുടെ വരണ്ട. ഉടപ്പുറപ്പേ, ഈ വചനം നിങ്ങളൊന്ന് കേൾക്കണേ. എന്താ മക്കളെ വായിച്ചത്? എസ് 58:12. നിന്റെ സന്തതി. Praise the Lord. കേൾക്കാൻ ചെവിയുണ്ടെങ്കിൽ കേക്ക്. നഷ്ടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ ദൈവത്തെ മുറുകെ പിടിക്കുക. ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവത്തെ ഉയർത്ത്. നീ ചിന്തിക്കുന്നതിലും നിലയ്ക്കുന്നതിലും ഉപരി കോടികൾ തന്ന് ദൈവം നിന്നെ നിറയ്ക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഉടുതുണിക്കും മറുതുണിയില്ലാതെ, എന്റെ കുഞ്ഞുങ്ങൾക്കൊരു നല്ല വസ്ത്രം വാങ്ങിച്ചു സ്കൂളിലില്ല ഇട്ടോണ്ട് പോകാനില്ലാതെ, ഞാൻ പഠിക്കുമ്പോൾ ഒരു വർഷം ഒരു നിക്കർ ഉടുപ്പുക. അത് കൂടെ പോകുന്ന പിള്ളേരുടെ കൂടെ നിന്ന് കളിച്ച് നിരങ്ങി ചന്തിയൊക്കെ കീറും. അത് തുന്നി തയ്ച്ചിട്ടുണ്ട് കിടക്കും. ഓണത്തിന് 10 ദിവസം മഴയില്ലെങ്കിലാ ഒരു പുതിയ ഉടുപ്പ് കിട്ടും. ഇല്ലെങ്കിൽ ആ ഒരു വർഷം ആ നിക്കർ ഉടുപ്പിട്ടോണ്ട് പോകുന്ന ഒരു കാലം. ഇന്ന് പ്രിയപ്പെട്ട കൂടപ്പുറപ്പെ ഏത് വസ്ത്രം ഇടണമെന്ന് അറിയാതെ കെട്ടി അടുക്കി വെച്ച കാലമാരിക്കകത്ത് പത്രം. ഇപ്പൊ എന്റെ റൂമിൽ കിടപ്പുണ്ട് 16 ഉടുപ്പ് 7 പാന്റും. സ്വത്രം. എന്റെ ദൈവം ആരാന്നറിയാമോ? ദൈവത്തെ സേവിക്കുന്നവരെ, ദൈവത്തെ ആരാധിക്കുന്നവരെ, ദൈവത്തെ ഉയർത്തുന്നവരെ ദൈവം ഉയർത്തും. മനസ്സില്ല മനസ്സോടെ എന്റെ അപ്പൻ എയർപോർട്ടിൽ വരുമ്പോൾ ഞാൻ എന്റെ ഹാൻഡ് ബാഗിൽ എടുത്ത് വെച്ചിരുന്ന എന്റെ അപ്പന്റെ കളം കൈയും ഒരു ലക്സ് സോപ്പും. കാരണം എന്റെ അപ്പൻ തേങ്ങിക്കരഞ്ഞത് കുഞ്ഞായിരുന്നെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ അമ്മ പലപ്പോഴും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്റെ പേരപ്പന്റെ മക്കൾ അവിടെ വരുമ്പം എന്റെ ഒപ്പം നോക്കി നോക്കി ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. പറയട്ടെ, എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് ആ സോപ്പും ആ കൈലിയും കൊടുത്തട്ടാ ഞാൻ എന്റെ ഭാര്യയും കുഞ്ഞുങ്ങളെ പോലെ ഒന്ന് നോക്കിയത്. ഈ വചനം സത്യമല്ലേ? നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും, തകർന്നു കിടക്കുന്ന അടിസ്ഥാനങ്ങളെ കെട്ടിപ്പൊക്കും, പാതകളെ സ്ഥാനം വെക്കുന്ന ഞാൻ നിനക്ക് പേർ പറയുമെന്ന് പറഞ്ഞെങ്കിൽ, എന്റെ കുടുംബത്തിൽ ദൈവം എന്നെ ഉയർത്തിയത് എന്റെ വല്യപ്പച്ചന്റെ അപ്പന്റെ കണ്ണുനീര സഹോദരങ്ങളെ, മക്കൾക്ക് വേണ്ടി കരയുവാൻ, മക്കൾക്ക് വേണ്ടി ദൈവത്തിന് ഇടിവ് നിൽക്കുവാൻ, അവരെ ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ തയ്യാറായാലുണ്ടല്ലോ, നിന്റെ സന്തതി ഒരിക്കലും ആഹാരം വിലക്കത്തില്ല. നിന്റെ തല ഉയർന്നിരിക്കും. വിശ്രമമില്ലാതെ ദൈവത്തെ മറന്ന് ലോകത്തെ വെട്ടിപ്പിടിക്കാൻ ഓടി ലോകത്തിൽ സകലത്തിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് ശ്വാസം മുട്ടി ചാവുന്നതിനേക്കാൾ എത്രയോ ഭേദമാണെന്നറിയാമോ ദൈവത്തോട് കൂടെ ഇരിക്കുന്നത്. ദൈവം നിന്നെ ഉയർത്തും, ദൈവം നിന്നെ കരുതും. കൂട്ടുകാരിൽ പരമായി ശ്രേഷ്ഠകരമായി നിന്നെ മാനിപ്പാൻ എന്റെ കർത്താവിന് കഴിയും. സഹോദരങ്ങളെ, മത്സരിക്കാതെ, പിണങ്ങാതെ, കോപിക്കാതെ, ദേഷ്യപ്പെടാതെ, സഹിച്ചുകൊണ്ട് കണ്ണുനീരോടെ ദൈവമുഖത്തേക്ക് നോക്ക്. ദൈവം ഉയർത്തും. ദൈവം നിന്നെ ഉയർത്തിയാൽ ആർക്കും നിന്നെ താഴ്ത്താൻ കഴിയത്തില്ല. പക്ഷെ ദൈവത്തിന്റെ വചനം ഒരു കാര്യം പറയുന്നു, ദൈവം ഉയർത്താതെ നീ ഉയർന്നാൽ നിന്റെ വീഴ്ച ഭയങ്കരമായിരിക്കും. വിടുവിപ്പാൻ ആരും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? സ്വത്രം. അകൃത്യം മറച്ചു വയ്ക്കാതെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. സ്വത്രം. ദൈവത്തെ പരിഹസിക്കാതെ ദൈവത്തിന്റെ വചനം പറയുന്ന പ്രകാരം സ്വത്രം ദൈവത്തെ ഉയർത്തണം. ഗലാത്യർ 6:7 പറയുക, ദൈവത്തെ പരിഹസിച്ചുകൂടാ. അങ്ങനെ പരിഹസിക്കുന്നവൻ വിതയ്ക്കുന്നത് കൊയ്യും. Praise the Lord. ദൈവത്തെ പരിഹസിച്ച് നടക്കുന്നവൻ നന്മ കൊയ്യും എന്നല്ല പറഞ്ഞത്. സ്വത്രം. അവൻ ശപിക്കപ്പെട്ടവനായി തീരുമെന്ന്. ഇനി 1 പത്രോസ് 3:13 പറയുന്നത്, നിങ്ങൾ നന്മ ചെയ്യുന്നുവെങ്കിൽ സ്വത്രം എന്ത് ചെയ്യണം? പ്രതിഫലം നോക്കാതെ ശുഷ്കാന്തി ഉള്ളവരായി നിങ്ങൾ എന്ത് ചെയ്യണം? വാക്യം ഒന്ന് വായിച്ചേ. 1 പത്രോസ് 3:13 വാക്യം. Praise the Lord. 1 പത്രോസ് ലേഖനം 3:13. നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തി
ശുഷ്കാന്തി ഉള്ളവരാകുന്നുവെങ്കിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നവരാർ. നിങ്ങൾക്ക് ദോഷം ചെയ്യാൻ ആരുണ്ടാകും? Praise the Lord. നിങ്ങൾക്ക് ദോഷം ചെയ്യാൻ ആരും ഉണ്ടാകത്തില്ല. അങ്ങനെ നിങ്ങൾ നന്മ ചെയ്തിട്ട് തിന്മ അനുഭവിക്കാൻ ഇടയാകുന്നെങ്കിൽ ആ തിന്മ കൊണ്ടുവരുന്ന ശത്രുവിന് ദൈവം വെച്ചേക്കത്തില്ലെന്ന്. സ്വത്രം. ഇനി ആർക്ക് നന്മ ചെയ്യണം? അർഹതയുള്ളവർക്ക്. സ്വത്രം. അർഹതയുള്ളവർക്ക്, ആവശ്യമുള്ളവർക്ക്. സ്വത്രം. അങ്ങനെ ചെയ്ത് ദൈവത്തിന് മഹത്വമായി നീ നിൽക്കാൻ ശ്രമിച്ചാൽ, കൂടപ്പുറപ്പേ, വാർദ്ധക്യകാലവും നരയുമുള്ള കാലവും സർവശക്തനായ ദൈവം കൈവിടുകയില്ല. സ്വത്രം. കർത്താവ് ദീർഘായുസോടെ ഭൂതലത്തിൽ നിന്നെ ആക്കി വെക്കും. ഏങ്ങി വലിച്ച് ശ്വാസം മുട്ടി നടക്കാൻ ദൈവം വിടത്തില്ല. ജീവിക്കുന്ന കാലം ഭൂതലത്തിൽ ആയുസോടെയും ആരോഗ്യത്തോടെയും ബലത്തോടെയും സന്തോഷത്തോടെയും ഓടി നടക്കാൻ ദൈവം നിന്റെ കാലുകൾക്ക് ബലം തരും. ദൈവത്തിന്റെ വചനം പറയുന്നു, മാൻപേടയ്ക്ക് തുല്യമായ കാലുകൾ, കഴുകനെ പോലെ പറന്നു വരുവാൻ ബലം. സ്വത്രം. തേജസ്സോടെ വിളങ്ങുന്ന മുഖശോഭ. സ്വത്രം. അതല്ലേ മോശയ്ക്ക് കൊടുത്തത്? സ്വത്രം. സർവശക്തൻ ആരാന്നറിയാമോ? നിന്റെ മുഖം കരിവാളിപ്പിച്ച് നിന്നെ മറ്റുള്ള മുമ്പിൽ തലകുനിപ്പിച്ച് ഒന്നുമില്ല ആരുമില്ലെന്ന് പറഞ്ഞ് തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും നിലവിളിച്ച് നടക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. കുറഞ്ഞുവെന്ന് കാണുമ്പോൾ അടുക്കലേക്ക് വന്ന് നിറച്ചു തരുവാൻ കർത്താവ് മനസ്സുള്ളവനാകയാൽ വീണുപോയതിനെ നീ ഓർത്ത് നോക്കി നിൽക്കാതെ നിൽക്കുവാൻ ശ്രമിക്ക്. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യുമെന്ന് പറഞ്ഞെങ്കിൽ പറ്റിപ്പോയ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് ദൈവത്തിന് നെടുമ്പാടുകള് മാപ്പപേക്ഷിച്ച് ദൈവമുഖത്തേക്ക് നോക്കി നിന്റെ ആഗ്രഹങ്ങളെ ദൈവത്തോട് പറയാൻ നീ തയ്യാറാകുമെങ്കിൽ ലോകത്തിൽ നീ ഉന്നതനാകും. നിന്റെ സന്തതി രാജ്യങ്ങൾ കീഴടക്കും. ആകയാൽ നോട്ടം എവിടെയായിരിക്കണം എന്നറിയാമോ? സർവശക്തനായ ദൈവത്തിലും ദൈവത്തിന്റെ വചനത്തിലും. അങ്ങനെ നോക്കിയാൽ നീ നന്മ കാണും, അനുഗ്രഹം കാണും, ഉയർച്ച കാണും. മനുഷ്യൻ പറയുന്നത് കേട്ട് ലോകത്തിലേക്ക് നോക്കിയാൽ നീ പട്ടുപോകുന്ന കൂട്ടത്തിൽ നീയും പട്ടുപോകും. ആകയാൽ ദൈവ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി ദൈവത്തിന്റെ മഹത്വത്തേക്ക് നോക്കി യാത്ര ചെയ്യാം. ഈ വചനങ്ങൾ ആ സ്വർഗ്ഗം നമ്മെ അനുഗ്രഹിക്കട്ടെ.